നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്ന പോപ്പ് മൊബൈൽ ഇനി ഗസയിലെ ആരോഗ്യ രക്ഷാ കേന്ദ്രമായി മാറും. പോപ്പ് മൊബൈൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള ആരോഗ്യ രക്ഷാ കേന്ദ്രമായി മാറ്റണമെന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് വത്തിക്കാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇസ്രായേലിന് തന്നെ വലിയ തിരിച്ചടിയാവുകയാണ്. ലോകത്തുള്ള ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചുപോയ എല്ലാവരുടെയും പ്രിയപ്പെട്ട പോപ്പ്. അദ്ദേഹം തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നത്. അദ്ദേഹത്തിന് അവസാന ആഗ്രഹമായി പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്ന് അവർ വ്യക്തമാക്കുന്നു. മരണത്തിന് മാസങ്ങൾക്ക് മുൻപ് ഈ സംരംഭം കത്തോലിക്ക സഹായ സംഘടനയായ കാരിത്താസ് ജെറുസലേമിനെ ഏൽപ്പിച്ചിരുന്നുവെന്നും വത്തിക്കാൻ ന്യൂസ് വ്യക്തമാക്കി. പുനർനിർമ്മിക്കുന്ന പോപ്പ് മൊബൈലിൽ രോഗനിർണയം, പരിശോധന, ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇസ്രായേൽ തകർത്തെറിഞ്ഞ ഗസയുടെ ഇത്തരമുള്ള സൗകര്യങ്ങളും ആശുപത്രികൾക്കും പകരമാണ് പോപ്പ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. ഒപ്പം അണുബാധകൾക്കായുള്ള ദ്രുത പരിശോധനകൾ, രോഗനിർണയ ഉപകരണങ്ങൾ, വാക്സിനുകൾ, തുന്നൽ കിറ്റുകൾ, മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെയുള്ള ക്ലിനിക് ഗസയിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നു. ഗാസയിലെ ആരോഗ്യ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ സമയത്ത് ഇത് കൃത്യമായ ജീവൻ രക്ഷിക്കുന്ന ഇടപെടലാണ് എന്ന് പറയുന്നു. കാരിത്താസ് സ്വീഡന്റെ സെക്രട്ടറി ജനറൽ പീറ്റർ ബ്രൂൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതാണ് ഇവ. ഇത് വെറും വാഹനമല്ല, ഗസയിലെ കുട്ടികളെ കുറിച്ച് ലോകം മറന്നിട്ടില്ലെന്ന സന്ദേശമാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകളാണിത്. കുട്ടികൾ സംഖ്യകളല്ല, അവർ മുഖങ്ങളാണ്, പേരുകളാണ്, കഥകളാണ്. ഓരോരുത്തരും അവരവരുടേതായ പവിത്രമാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞിരുന്നത്. തന്റെ വാക്കുകളോട് പൂർണ്ണമായും നീതി പുലർത്തിയാണ് മാർപ്പാപ്പ അന്തിമ സമ്മാനം ഗസയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയുടെ വേഷത്തിലുള്ള തന്റെ AI ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വ്യാപക വിമർശനം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ട്രംപിന്റെ പ്രവൃത്തി മാർപ്പാപ്പയോട് വിശ്വാസികളോടുമുള്ള അനാദരമാണെന്ന് വിമർശനമുണ്ടായിരുന്നു. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിസ്റ്റ് പങ്കുവച്ച ചിത്രം വൈറ്റ് ഹൗസ് എക്സ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിരുന്നു. ചിത്രത്തെ മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മാറ്റിയോ റെൻസിയും വിമർശിച്ചിരുന്നു. തനിക്ക് മാർപ്പാപ്പയാകാൻ താല്പര്യമുണ്ടെന്ന് ട്രംപ് അടുത്തിടെ തമാശ രൂപേണ പറഞ്ഞിരുന്നു. അതേസമയം കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിനായുള്ള ഒരുക്കത്തിലാണ് വത്തിക്കാൻ. ബുധനാഴ്ച സിസ്റ്റീൻ ചാപ്പലിലാണ് കോൺക്ലേവ് തുടങ്ങുക. അമേരിക്കയിൽ വിദേശ സിനിമകൾക്ക് 100% താരിഫ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തി. നികുതി പരിഷ്കരണത്തിനായി വാണിജ്യ വകുപ്പിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രസ്റ്റ് റെപ്രസെന്റേറ്റീവിനും ട്രംപ് നിർദ്ദേശം നൽകി. മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാക്കളെയും അതുപോലെ തന്നെ സ്റ്റുഡിയോകളെയും രാജ്യത്ത് നിന്ന് അകറ്റുകയാണെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ നടപടി. വിദേശത്തുള്ള അമേരിക്കൻ സ്റ്റുഡിയോകളെയും ചലച്ചിത്ര പ്രവർത്തകരെയും ആകർഷിക്കാൻ ലാഭകരമായ പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെ വിമർശിച്ച ട്രംപ് ഇതിനെ സാമ്പത്തിക ദേശീയ സുരക്ഷാ ഭീഷണിയായി വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ ട്രൂത്ത് സോഷ്യലിസ്റ്റിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയിലെ സിനിമാ മേഖല അതിവേഗം ഇല്ലാതാവുകയാണെന്നും നമ്മുടെ ചലച്ചിത്ര നിർമ്മാതാക്കളെയും സ്റ്റുഡിയോകളെയും അമേരിക്കയിൽ നിന്ന് അകറ്റാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്.